ടെലിവിഷൻ സീരിയലുകളിൽ വില്ലത്തി വേഷത്തിൽ അഭിനയിച്ച് ശ്രദ്ധേയായിരിക്കുമ്പോഴാണ് നടി അപ്സര രത്നാകരൻ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്നത്. മലയാളം ബിഗ് ബോസിന്റെ 6ാം പതിപ്പിലാണ് അപ്സര മത്സരിച്ചത്. ആ സീസണിൽ വിമർശനങ്ങളൊന്നുമില്ലാതെ ഏറ്റവുമധികം ജനപ്രീതി ലഭിച്ച മത്സരാർത്ഥിയും അപ്സരയായിരുന്നു. മത്സരത്തിനു ശേഷം നടിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കഥകൾ. ഭർത്താവും സംവിധായകനുമായ ആൽബിയുമായി നടി ചെറിയ പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ കഥകളൊക്കെ പ്രചരിക്കുമ്പോഴും തന്റെ കരിയറും മറ്റുമൊക്കെയായി തിരക്കുകളിലാണ് നടി. ഇതിനിടെ കൈരളി ചാനലിലെ അശ്വമേധം എന്ന പരിപാടിയിൽ മത്സരിക്കാനും അപ്സര എത്തിയിരുന്നു. ഇതിനിടയിൽ അവതാരകന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതിനെക്കുറിച്ചും മറ്റും ചില രസകരമായ അനുഭവങ്ങളും നടി പങ്കുവച്ചു. ബിഗ് ബോസ് റിയാലിറ്റി ഷോ എങ്ങനെയുണ്ടായിരുന്നു എന്നായിരുന്നു അവതാരകൻ അപ്സരയോട് ചോദിച്ചത്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഭീകരമാണെന്ന് നടിയും പറയുന്നു. കാരണം അത് മുഴുവനായിട്ടും സർവൈവൽ ഷോ ആണോന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും കുറേ കാര്യങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ ജീവിച്ചു വന്നിരുന്ന ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്തും അപരിചിതരായ ആളുകളുടെ കൂടെയുമൊക്കെയാണ് ജീവിക്കേണ്ടത്. പരിമിതമായ സൗകര്യങ്ങളിൽ വേണം ജീവിക്കാൻ. ശരിക്കും അത് റിസ്ക്കുള്ള കാര്യമാണ്. 78 ദിവസം അതിനകത്ത് നിന്ന് അതിജീവിക്കാൻ സാധിച്ചു. ബിഗ് ബോസിലേക്ക് പോവേണ്ടതില്ലായിരുന്നു എന്നെനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഞാനൊരു കലാകാരിയുമാണ്. അഭിനയവുമായി ബന്ധമുള്ള എന്ത് കാര്യം ചെയ്താലും അത് വളരെ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ആ ഷോ കാരണം അപ്സരയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയൂ. ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചോർത്ത് ഖേദിക്കാൻ സാധിക്കില്ല. ഒത്തിരി പേർ പോകണമെന്നാഗ്രഹിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നു. അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്നും അപ്സര പറയുന്നു. ഇതിനിടെ കൈരളി ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ എല്ലാവരും കൂടി തന്നെ ചതിച്ചൊരു സംഭവത്തെപ്പറ്റിയും നടി വെളിപ്പെടുത്തി. എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവസാനം ഉത്തരം പറയാൻ ഉദ്ദേശിച്ച ആളുടെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് അപ്സര പറഞ്ഞതായിട്ടാണ് കഥ. എനിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഞാനത് പറയുന്നത്. എല്ലാം സംഭവിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇപ്പോഴും എല്ലാവരും എന്നെ അതൊക്കെ പറഞ്ഞാണ് ടോർച്ചർ ചെയ്യുന്നത്. എന്നെ ഇപ്പോഴും ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈരളി ചാനലിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും മറ്റേ കുഞ്ഞമ്മയുടെ മോൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് അപ്സര പറഞ്ഞപ്പോൾ അതെന്താണ് സംഭവമെന്നാണ് അവതാരകൻ ചോദിച്ചത്. അത് താൻ പറയില്ലെന്നും പറഞ്ഞാൽ വീണ്ടും തനിക്ക് പൊങ്കാലയായിരിക്കുമെന്നും നടി കൂട്ടിച്ചേർത്തു. ചെറിയ പ്രായം മുതലേ ടെലിവിഷനിൽ സജീവമായിരുന്നെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം സീരിയലിലൂടെയാണ് അപ്സര കൂടുതൽ പ്രശസ്തയാവുന്നത്. സീരിയലിലെ ജയന്തി എന്ന നെഗറ്റീവ് കഥാപാത്രം അപ്സരയുടെ കരിയറിൽ തന്നെ വഴിത്തിരിവായി മാറുകയായിരുന്നു.